ബർഹാപീഠം നടവരവപുഃ കർണയോ കർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരദരസുതയാ പൂരയൻ ഗോപവൃന്ദൈർവൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിഃ. പീലികൾ കൊണ്ടു തീർത്ത ശിരോഭൂഷണത്തോടും ചെലഞ്ചും നടവര രഞ്ജിത ദേഹത്തോടും പൊന്നൊളിപ്പട്ടുടുത്തു കർണത്തിൽ കർണികാരത്തിന്നലർ കണ്ഠം തന്നിൽ വൈജയന്തിമാലയും ധരിച്ചും വേണുദ്വാരമധരാമൃതത്തിനാൽ നിറച്ചും ഗോപവൃന്ദം പുകഴ്ത്തും പുകൾ പൂണ്ടും ഭഗവാൻ കൃഷ്ണൻ പ്രവേശിച്ചിതു നിജപാദയുഗത്താൽ രമിപ്പിച്ചിടുന്ന വൃന്ദാവനത്തിൽ. തലയിൽ മയിൽപ്പീലിയും കാതിൽ കൊന്നപ്പൂവും ശരീരത്തിൽ കനകനിറം പോലെയുള്ള പീതാംബരവും കഴുത്തിൽ മണമുള്ള 5 തരം പൂക്കൾ കൊണ്ടു കോർത്ത വൈജയന്തിമാലയും അണിഞ്ഞ് രംഗമഞ്ചത്തിൽ പ്രവേശിച്ച നല്ല നടനെപ്പോലെ സുന്ദരമായ വേഷത്തോടുകൂടി പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് അധരസുത കൊണ്ട് ആ കുഴലിൻ്റെ ദ്വാരങ്ങൾ നിറയ്ക്കുകയാണോ എന്ന് തോന്നത്തക്കവണ്ണം ഗാനം മുഴക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ നാനാതരത്തിലുള്ള ലീലാമാഹാത്മ്യത്തെക്കുറിച്ച് പുകഴ്ത്തുന്ന ഗോപന്മാരോടുകൂടി സ്വപാദചിഹ്നം കൊണ്ട് ഭക്തഹൃദയത്തെ രമിപ്പിക്കുന്ന വൃന്ദാവനത്തിൽ പ്രവേശിച്ചു.